ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 73. 1 കൊറിന്ത്യോസ് 3-4 അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത്. മനുഷ്യരിലല്ല, ദൈവത്തിലാണ് നാം വളരേണ്ടതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവമർമ്മങ്ങളുടെ വിശ്വസ്തരായ കാര്യവിചാരകന്മാരാകണമെന്നും ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊറിന്ത്യോസ് അധ്യായം 3. പക്വത പ്രാപിക്കാത്തവർ. സഹോദരരെ, ആത്മീയ മനുഷ്യരോടെന്ന പോലെയല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. പിന്നെയോ ലൗകിക മനുഷ്യരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പാലാണ്, കട്ടിയായ ഭക്ഷണമല്ല, കാരണം നിങ്ങൾ അതിന് പ്രാപ്തരായിരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ അതിന് പ്രാപ്തരല്ല. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡികരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹമുള്ളതിനാൽ നിങ്ങൾ ജഡികരല്ലേ. മനുഷികമായിട്ടല്ല നിങ്ങൾ നടക്കുന്നത്. ഞാൻ പൗലോസിന്റെ ആളാണെന്ന് ഒരുവനും ഞാൻ അപ്പോളോസിന്റെ ആളാണെന്ന് മറ്റൊരുവനും പറയുമ്പോൾ നിങ്ങൾ വെറും മനുഷ്യരല്ലേ. ശുശ്രൂഷകരുടെ സ്ഥാനം. ആരാണ് അപ്പോളോസ്? ആരാണ് പൗലോസ്? കർത്താവ് ഓരോരുത്തർക്കും കൊടുത്തതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ദാസന്മാർ. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടന്നവനോ നനയ്ക്കുന്നവനോ ഒന്നുമല്ല, മറിച്ച് വളർത്തുന്ന ദൈവമാണെല്ലാം. നടന്നവനും നനയ്ക്കുന്നവനും ഒരേപോലെയാണ്. ഓരോരുത്തരും അവനവന്റെ പ്രയത്നത്തിനനുസൃതമായ പ്രതിഫലം ലഭിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തിന്റെ വയലും ദൈവത്തിന്റെ ഭവനവുമാണ് നിങ്ങൾ. ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് വിദഗ്ധനായ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. മറ്റൊരുവൻ പണിതുയർത്തുന്നു. ഓരോരുത്തരും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ. കാരണം യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനമിടാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആര് പണിതാലും ഓരോരുത്തന്റെയും പണി പരസ്യമാകും. കാരണം ആ ദിവസം അത് വ്യക്തമാകും. എന്തെന്നാൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തന്റെയും പണി എപ്രകാരമെന്ന് അഗ്നി തെളിയിക്കും. ഒരുവൻ ചെയ്ത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവന് നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലുടന്ന പോലെ അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ. ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അവനെ ദൈവവും നശിപ്പിക്കും. കാരണം ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങളാണ്. യഥാർത്ഥ ജ്ഞാനം. ആരും ആത്മവഞ്ചന നടത്താതിരിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഈ യുഗത്തിൽ ജ്ഞാനിയാണെന്ന് കരുതുന്നെങ്കിൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് സ്വയം ഭോഷനാകട്ടെ. കാരണം ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. എന്തെന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നു, ജ്ഞാനികളെ അവിടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നവനാണ് അവിടുന്ന്. വീണ്ടും ജ്ഞാനികളുടെ ആലോചനകൾ വ്യർത്ഥമാണെന്ന് കർത്താവ് അറിയുന്നു. അതിനാൽ ആരും മനുഷ്യരിൽ ആത്മപ്രശംസ ചെയ്യാതിരിക്കട്ടെ. കാരണം എല്ലാം നിങ്ങളുടേതാണ്. പൗലോസോ അപ്പോളോസോ കേപ്പായോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളവയോ വരാനിരിക്കുന്നവയോ എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെയും ക്രിസ്തു ദൈവത്തിന്റെയും. 1 കൊറിന്ത്യോസ് അധ്യായം 4. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായി ഏവരും ഞങ്ങളെ കരുതട്ടെ. കൂടാതെ വിശ്വസ്തരായി കാണപ്പെടുക എന്നതാണ് കാര്യസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോ മനുഷ്യരുടെ ന്യായസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അതെനിക്ക് തീർത്തും നിസ്സാരമായ കാര്യമാണ്. ഞാനോ എന്നെ തന്നെ വിചാരണ ചെയ്യുന്നില്ല. എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. എങ്കിലും ഇതിനാൽ ഞാൻ നീതിവൽക്കരിക്കപ്പെടുന്നില്ല. എന്തെന്നാൽ കർത്താവാണ് എന്നെ വിധിക്കുന്നത്. അതിനാൽ നിശ്ചിത സമയത്തിനു മുൻപ് കർത്താവ് വരുന്നതുവരെ ഒന്നിനെയും വിധിക്കരുത്. അവൻ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവ പ്രകാശിപ്പിക്കുന്നവനും ഹൃദയങ്ങളുടെ ആലോചനകൾ വ്യക്തമാക്കുന്നവനും ആണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രശംസ ലഭിക്കും. സഹോദരരെ, ഇക്കാര്യങ്ങൾ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നതിനപ്പുറം ആകരുതെന്ന് നിങ്ങൾ തങ്ങളിൽ നിന്ന് പഠിക്കാനും ഒരാൾ മറ്റൊരാളുടെ പക്ഷം പിടിച്ച് അവരനെതിരായി അഹങ്കരിക്കാതിരിക്കാനുമാണത്. ആരാണ് നിനക്ക് മേന്മ അനുവദിക്കുന്നത്? നീ സ്വീകരിച്ചിട്ടില്ലാത്തതായി നിനക്ക് എന്താണുള്ളത്?
നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടില്ലാത്ത പോലെ നീ ആത്മപ്രശംസ ചെയ്യുന്നതെന്തിന്? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോൾ തന്നെ സമ്പന്നരായി തീർന്നിരിക്കുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരായി, നിങ്ങളോടൊപ്പം ഞങ്ങളും രാജാക്കന്മാരാകേണ്ടതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഭരണം നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ അപ്പോസ്തലരായ ഞങ്ങളെ അവസാനക്കാരായാണ് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലോകത്തിന്, മാലാഖമാർക്കും മനുഷ്യർക്കും ഞങ്ങൾ കാഴ്ചവസ്തുവായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങളാകട്ടെ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ശക്തർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങളോ അപമാനിതർ. ഈ സമയം വരെ ഞങ്ങൾ വിശന്നു, ദാഹിച്ചും നഗ്നത സഹിച്ചും മർദ്ദനമേറ്റും ഭവനരാഹിത്യം അനുഭവിച്ചും കഴിയുന്നു. ഞങ്ങളുടെ സ്വന്തം കൈകളാൽ കഠിനാധ്വാനം ചെയ്യുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നു, അപവാദത്തിന് ഇരയാകുമ്പോൾ ഞങ്ങൾ സൗമ്യമായി സംസാരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ലോകത്തിന്റെ മാലിന്യം പോലെ, എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഞാൻ എഴുതുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, മറിച്ച് എന്റെ വത്സല മക്കളെ പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 പരിശീലകർ ഉണ്ടായിരിക്കാമെങ്കിലും പിതാക്കന്മാർ അധികമില്ല. സുവിശേഷം വഴി യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി. അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുകർത്താക്കളാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവനും വിശ്വസ്തപുത്രനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ഇക്കാരണത്തിലാണ്. എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എന്റെ മാർഗങ്ങൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എന്ന് കരുതി നിങ്ങളിൽ ചിലർ അഹങ്കരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ ആ അഹങ്കാരികളുടെ വീരവാദമല്ല, ശക്തി ഞാൻ മനസ്സിലാക്കും. കാരണം ദൈവരാജ്യം വാക്കിലല്ല, മറിച്ച് ശക്തിയിലാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ വടിയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ സൗമ്യതയുടെ ചൈതന്യത്തിൽ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ? ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ ദൈവത്തിന്റെ മുൻപിലുള്ള വിശ്വസ്തതയ്ക്ക് മുൻഗണന നൽകുക. ദൈവത്തിന് മഹത്വം.